അമ്മു, ഡോക്ടർ എന്താ ഇവിടെ? ഒരു ചെറിയ പട്ടിക്കുട്ടി അങ്ങോട്ട് പോയി. പേയുണ്ടോന്നൊരു സംശയമുണ്ട്. അത് പോയി നമുക്ക് കാര്യങ്ങളിൽ കിടക്കാം. ഡോക്ടറിന്റെ വണ്ടിക്ക് എന്ത് പറ്റി? വണ്ടിക്ക് ചെറിയൊരു തകരാറ്. പിന്നെ അമ്മു, ഡോക്ടർ എന്നുള്ള വിളി ഒന്ന് നിർത്തിക്കൂടെ? ഡോക്ടർ അല്ലേ, പിന്നെന്താ വിളിച്ചാല്? പതി പശു തെറ്റിതട്ടെനിക്ക്. പശുപതി എന്ന് വിളിച്ചോളൂ. എന്നാലും ഡോക്ടർ ഒന്നും വേണ്ട. അയ്യോ, പ്രായമായ ആൾക്കാര് പേരെടുത്ത് വിളിക്കാനോ? അമ്മയും മുത്തശ്ശി ഒന്നും കേൾക്കണ്ട. എന്റെ മനസ്സ് എന്തിനാ ഇങ്ങനെ വിഷമിപ്പിക്കണേ? അമ്മയും മുത്തശ്ശി ഒന്നും കേൾക്കുകയല്ലല്ലോ വിളിക്കുന്നത്. അമ്മുക്കുട്ടിക്ക് ഇഷ്ടമാണെങ്കിൽ എന്നെ എട്ടാന്ന് വിളിച്ചോളൂ. വിളിക്കൂ? ആ, വിളിക്കാം. താങ്ക് യു. ഒരു ദിവസം ഞാൻ മലേഷ്യയിലേക്ക് അമ്മൂട്ടിയെ കൊണ്ടുപോകാം. നല്ല ഫലഭൂഷ്ടമായിട്ടുള്ള മണ്ണാണ്. പിന്നെ ഇന്നലെ അമ്മാവൻ എന്തു പറഞ്ഞു? നല്ല അമ്മാവനാ, ഒത്തിരി തമാശ പറയും. എനിക്കിഷ്ടായി. ഈ ജോക്കറിന്റെ ഒക്കെ പോലെ ഒരു ഡ്രസ്സുകളിട്ട് നടക്കും. എനിക്കിഷ്ടല്ല അത്. സിംഗപ്പൂരിലെ ഫാഷൻ അത്രേ. കുട്ടി പറഞ്ഞില്ലേ നല്ല തമാശയാണെന്ന്. എന്നീന്ന് കടം മേടിച്ചു കൊണ്ടുപോണ തമാശകളാണ് കുട്ടിയോട് പറയണത്. ഒരു കാര്യം പറഞ്ഞേക്കാം, ഭ്രാന്തുള്ള ആളാ, സൂക്ഷിക്കണം. ഓ, പിന്നെ അമ്മാവന്റെ കാര്യം വലിയ സങ്കട. ധാരാളം സ്വത്തുണ്ട്. തലയ്ക്ക് സുഖമില്ലാണ്ടായ എന്താ ചെയ്യാ? അയ്യോ, അത് ഞാൻ അറിഞ്ഞില്ല. അത് ഞാൻ അറിഞ്ഞു, അതുകൊണ്ടല്ലേ പറഞ്ഞത്. സമയായി, ഞാൻ പോട്ടെ. എനിക്ക് സമയമായിട്ടില്ല ഏട്ടാ. കല്ലെടുത്തെറിയുന്നു. ആര്? പ്രായമായ പെമ്പിളരെ വഴിയടക്കാൻ സമ്മതിക്കില്ല. എന്റെ സൈക്കിൾ പശുവിനെ ചികിത്സിക്കാൻ വന്ന പശുവിനെ മതി. താനെന്തിനാ അവന്റെ സൈക്കിൾ എടുത്തെറിഞ്ഞേ? എറിഞ്ഞതല്ല, അവൻ എന്നെ കൊണ്ട് എറിയിപ്പിച്ചതാ. എറിയോ അല്ലയോ? നീ ആരാടാ ചോദിക്കാൻ? എന്താ എന്താ വെച്ചുമ്പോളേ? പിന്നെ ഇയാളോട് ഒരു കാര്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക്. ഡോക്ടറാണെന്ന് വെച്ച് ഓക്കണം കൊട്ട് ആൺകുട്ടികളോട് കളിച്ചാൽ അടിച്ച് ഷേപ്പ് മാറ്റും. വണ്ടിയുടെ മുമ്പിൽ നിന്ന് മാറി നിൽക്കടാ. വണ്ടി കയറ്റി കൊല്ലു ഞാൻ. കളരി അഭ്യാസം പഠിച്ച തറവാട്ടുകാരാ, സൂക്ഷിച്ച് കളിക്കണം. അല്ലെ തല അരിഞ്ഞിടും. എങ്കിൽ കളരി മുറ തന്നെ കാണാം. സെൻട്രൽ ഗവൺമെന്റിന്റെ തീവണ്ടി തടഞ്ഞ ആൺകുട്ടിയാടോ ഇത്? ഇത് ഞങ്ങൾക്ക് പുല്ലാണ്. കേട്ടു ഞാൻ. അമ്മ കേട്ടടാ, കേട്ട് ഉണ്ടോ നോക്കട്ടെ. റെഡി? വണ്ടി പുറകോട്ട് ഉത്പലാക്ഷൻ 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 ഉത്പലാക്ഷൻ. പശുപതിയല്ല, എനിക്ക് ഏത് എരുമപ്പൊലി വന്നാലും ശരി ഞാൻ ഓട്ടിക്കും. അതാ നമ്മുടെ നേതാവിന്റെ പശുപതി. എന്താ പ്രസിഡന്റിന് ഇത്ര ആലോചന? മനസ്സിൽ എന്താണാവോ? ഒരു കാര്യത്തെ പറ്റി ഞാൻ അങ്ങനെ ആലോചിക്കായിരുന്നു. എന്താ കാര്യം? എന്റെ മനസ്സിൽ തോന്നിയ ഒരു ആലോചനയാ. എന്താണാവോ? അമ്മൂന്റെ കല്യാണക്കാരിയാ. ഏതാ ചെറുക്കൻ? ചെറുക്കൻ അവക്ക് നമ്മുടെ ഡോക്ടറെ ഒന്ന് ആലോചിച്ചാലോന്നാ. ആവൂ, ഇതെങ്ങനെ അങ്ങോട്ട് പറയണമെന്ന് വിചാരിച്ചിരിക്കായിരുന്നു ഞാൻ. അതാടി പൊരുത്തം എന്ന് പറയുന്നത്. എന്നാലും എടാപിടിന്നൊന്നും വേണ്ട. അങ്ങേരുടെ വീടും നാടും ഒക്കെ ഒന്ന് അന്വേഷിച്ചിട്ട് മതി. കൊള്ളാവുന്നിടത്താണോന്ന് അറിയണ്ടേ? ഇതാ പെൺബുദ്ധിയുടെ കുഴപ്പം. കൊള്ളാവുന്ന കുടുംബത്തിൽ പിറന്നവർക്ക് ഡോക്ടറും വക്കീലും ഒക്കെ ആകാൻ പറ്റൂ. പിന്നെന്താ, അങ്ങേരൊരു ബ്രാഹ്മണൻ. പണ്ടും പെരുമ്പിലാവിലെ പെണ്ണുങ്ങൾക്ക് ബ്രാഹ്മണര് സമ്മതം വെച്ചിട്ടുണ്ട്. എന്നാലും ആ കുറിപ്പിനോടൊന്ന് സൂചിപ്പിക്കായിരുന്നു. എന്താ ഇത്? ഇടി, നീ മനസ്സിൽ കാണുമ്പം ഞാൻ മരത്തെ കാണും. എന്ത്? കുറിപ്പിനോട് പറഞ്ഞു കഴിഞ്ഞു, അയാൾ ഡോക്ടറോട് സംസാരിക്കാമെന്നും പറഞ്ഞു കഴിഞ്ഞു. ആഹാ, അത് കൊള്ളാമല്ലോ. താൻ ഇവിടുന്ന് എങ്ങോട്ട് പോയാലും വേണ്ടില്ല. ഈ കല്യാണത്തിന് കൂട്ടിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. കുറുപ്പ് സാറേ, എത്ര കാലം ഞാൻ ജയിലിൽ കിടന്നു. എവിടുന്നെല്ലാം ഞാൻ തല്ലുകൊണ്ടു. സമാധാനമായിട്ട് ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ പോലും എനിക്ക് സാധിച്ചിട്ടില്ല. എടോ, എല്ലാവർക്കും ഒരു സമയമുണ്ട്. എനിക്ക് ഇപ്പോഴാ സമയം വന്നിരിക്കുക. ദൈവത്തെ ഓർത്ത് താൻ എൻ്റെ കൂടെ നിൽക്കണം. ഇങ്ങനൊരു കാര്യം ആലോചിക്കുന്നത് പോലെ ശരിയാണെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? ശരിയാണെന്ന് എനിക്ക് നന്നായിട്ട് തോന്നുന്നുണ്ട്. ഇനിയുള്ള കാലമെങ്കിലും
ഒന്ന് ജീവിക്കണം എന്നൊരാഗ്രഹം, സമാധാനമായിട്ട് ഒരു കൊച്ചു കുടുംബമായി സ്നേഹത്തോടെ സന്തോഷത്തോടെ. അത് നടക്കാൻ പോകുന്നില്ല ഭൈരവ. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. തൻ്റെ മകളെയോ പെങ്ങളെയോ അമ്മയുടെ അനിയത്തിനെ ഒന്നും അല്ലല്ലോ ഞാൻ കെട്ടാൻ പോണത്. പിന്നെ തനിക്ക് എന്താട്ടോ ഒരു കഴപ്പ്? എനിക്ക് ഇനി ഈ നാട്ടിൽ കഴിയേണ്ടതാ. ദൈവം എനിക്ക് കാണിച്ചു തന്ന ഒരു വഴിയായത്. അതിന് വഴിമുടക്കിയായിട്ട് താൻ വന്നാൽ ഞാൻ തൻ്റെ കാലനായി വന്ന് കഴുത്തിൽ കയറിട്ട് വലിച്ച് നേന്ത്രവാഴത്തടത്തിൽ കുഴിച്ചിടും. അവിടെ കിടന്ന് ചീഞ്ഞ് താൻ ആ വാഴയ്ക്ക് വളാവും. കുറച്ചു കാലം കൂടി തനിക്ക് ജീവിച്ചിരിക്കുന്നോണ്ട് വല്ല വിരോധം ഉണ്ടോടോ പെരട്ട കുറുപ്പേ? നാളെ തന്നെ ഞാൻ മുഹൂർത്തം കുറിപ്പിക്കും. മേഡം രാശി പൊരുത്തങ്ങളൊക്കെ മഹാ ഉത്തമമാണ്, അല്ലാത്തതൊക്കെ മധ്യമമാണ്. മുഹൂർത്തം നോക്കിയോ? വല്ലോ അതല്ലേ പ്രശ്നമായത്. നടക്കുകയാണെങ്കിൽ 6-ാം ദിവസം നടക്കണം. അത് കഴിഞ്ഞാൽ 3 മാസം കഴിഞ്ഞതിന് ശേഷമേ ശുഭസമയം കാണുന്നുള്ളൂ. ആറ് ദിവസം കൊണ്ടൊരു കല്യാണത്തിന് ഒരുക്കങ്ങളൊക്കെ നടത്തുക എന്ന് വെച്ചാൽ സാധാരണക്കാർക്ക് അതൊരു ബുദ്ധിമുട്ടായിരിക്കുമെന്ന് അല്ലേ? എന്നാൽ ഉണ്ണിക്കണ്ണൻ നായർക്ക് അതൊരു ബുദ്ധിമുട്ടല്ല. മുഹൂർത്തം കുറിച്ചോളൂ. മുഹൂർത്തവും കുറിച്ച് എല്ലാം തീരുമാനമായ സ്ഥിതിക്ക് ഇനിയിപ്പോ പപ്പനെ അറിയിച്ചിട്ട് എന്താച്ചാ കാര്യം? അവൻ വന്നാല് അവളെങ്കിൽ വിളിച്ചിറക്കൊണ്ട് പോരും, അല്ലാതെന്താ? ഏട്ടന്റെ ഏടത്തിയുടെ മനസ്സ് നോവിച്ചിട്ട് അങ്ങനെ ഒരു ബന്ധം നമുക്ക് വേണ്ട. അവരൊരിക്കലും അത് സഹിക്കില്ല. അപ്പോ അമ്മൂനും പപ്പനും വിഷമമൊന്നും ഇല്ലേ? അതനുഭവിക്കാനായിരിക്കും അവർക്ക് വിധി. അമ്മ ഒരു പെണ്ണല്ലേച്ചാ, അവക്കൊരു നല്ല ബന്ധം വരുമ്പോ പാവം അമ്മയെടുത്തി. എങ്കിലും അവനെ ഒന്ന് അറിയിക്കാതെ എങ്ങനെയാ മോളെ? വേണ്ടച്ചാ, അമ്മുന്റെ കല്യാണം കഴിയുന്നത് വരെ പപ്പനെ ഇക്കാര്യം അറിയിക്കണ്ട. അവന്റെ മനസ്സ് അത്രയും കുറച്ച് വേദനിച്ചാ മതിയല്ലോ. ഇക്കാര്യത്തിൽ ഞാൻ പറയുന്നത് അച്ഛൻ കേൾക്കണം. ഇഷ്ടമല്ലെന്ന് ഇനിയെങ്കിലും അമ്മൂടത്തേക്ക് പറഞ്ഞൂടെ? എന്റെ ഇഷ്ടം ആരാ നോക്കുന്നത് ഉഷേ? ഒക്കെ വിധിയാണ്. ഈ പപ്പേട്ടനൊന്നും വരാൻ തോന്നിയിരുന്നെങ്കിൽ. എല്ലാം എന്റെ തെറ്റാ. പാവം പപ്പേട്ടനെ എത്ര വട്ടം അപമാനിച്ചു. വന്ന് വിളിച്ചപ്പോ ഇറങ്ങി പോവാമായിരുന്നു എനിക്ക്. അന്ന് പപ്പേട്ടന്റെ മനസ്സ് എത്ര വേദനിച്ചു കാണും. അച്ഛനും അമ്മയ്ക്കും വേണ്ടി അയാളുടെ ഭാര്യയാവാം. അല്ലെങ്കിൽ ഞാൻ എന്താ വേണ്ടത്? മരിക്കണോ? ജീവിക്കണോ? എനിക്കൊന്നും അറിയില്ല ഉഷേ. ഇനി എന്താടി സ്വകാര്യം പറയാനുള്ളത്? ഒക്കെ കഴിഞ്ഞില്ലേ? അമ്മോ വാ പോവാ. അമ്മാവനാണെന്ന് പറഞ്ഞ അയാളെ ഇനി ഈ നാട്ടിൽ നിർത്തിയാൽ നമ്മുടെ പൂച്ചി പുറത്താവും. ഇപ്പോൾ തന്നെ ശത്രുപക്ഷത്തായാൽ കല്യാണം കഴിയുന്നതുവരെ അയാളിവിടെ നിൽക്കട്ടെ. അത് കഴിഞ്ഞാൽ എന്തെങ്കിലും കൊടുത്തുവിടാം. പിന്നെ കാശായല്ലോ. താനൊന്ന് പരിഭ്രമിക്കാതിരിക്കും. അതിനകം അയാൾ എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കിയാലോ? കുറുപ്പേ, എന്നെ ശരിക്കും അറിയില്ലല്ലേ? എനിക്ക് തന്നെ എന്നെ ശരിക്കും പിടികിട്ടിട്ടില്ല. വേണ്ടി വന്ന ഭാരതപ്പുഴയിൽ ഒരു ശവം തത്തിക്കളിക്കും, ഒരു അജ്ഞാത ശവം. തനിക്ക് വല്ല വിരോധമുണ്ടോ? എനിക്ക് പേടിയാവുന്നു സാർ. താൻ ധൈര്യമായിട്ടിരിക്കെ. ഈശ്വരാധീനുണ്ടെങ്കിൽ ഈ പരിശുദ്ധമായ പോക്കണംകോട് പഞ്ചായത്ത് ഞാൻ കുട്ടിച്ചോറാക്കി തന്റെ കൈ തരാം. അല്ലെങ്കിൽ ദേ ഇങ്ങനെ വിളിച്ചോ.